ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, നമ്മളിന്ന് കളിക്കാൻ പോകുന്ന ഗെയിമിൻ്റെ പേരാണ് ബ്ലോക്ക് ക്രേസി. ഈ ഗെയിമിൻ്റെ വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഇതിനകത്ത് ഈ ഗെയിമിൽ ഒരു വീടൊക്കെ പണിയും. പിന്നെ അത് മാത്രമല്ല, ഇവിടെ നമ്മളൊരു 5 സ്റ്റാർ ഹോട്ടലും കൂടെ പണിയുന്നുണ്ട്. അതും നമുക്കിപ്പോൾ ഉണ്ടാക്കണം. നമുക്കാദ്യം 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ടാക്കാം. അപ്പം നമുക്കെന്തായാലും സ്ഥലം ആദ്യം കണ്ടുപിടിക്കണം. അത് ഇച്ചിരി പാടാണ്. 5 സ്റ്റാർ ഹോട്ടൽ എന്നൊക്കെ പറയുമ്പോൾ വലിയ സ്ഥലമായിരിക്കും. അത്യാവശ്യം വലിയ സ്ഥലമൊക്കെ വേണം. ഇവിടെ കുറേ അയൺഗോളമുണ്ട്. ഇപ്പോൾ ഞാൻ അയൺഗോളത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അതിന് അയൺ എടുത്ത് വെച്ചിട്ട് മണ്ടിക്ക് ഒരു മത്തങ്ങ പോലത്തെ സാധനം എടുത്ത് വെച്ചാൽ മതി. ഇത് ക്രിയേറ്റിവിറ്റി മോഡാണ്. ഇതിലാണ് ഞാൻ പണിയുന്നത്. ഇതാകുമ്പം സോംബികൾ നമ്മളൊന്നും ചെയ്യത്തുമില്ല. നമുക്കെല്ലാ സാധനങ്ങൾ പോയി കഷ്ടപ്പെട്ട് മൈൻ എടുക്കുകയും വേണ്ട. ഇതിപ്പം നമ്മളെവിടെ പണിയും? ഇതൊരു വില്ലേജ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയിട്ടങ്ങ് പണിയാലോ. ആദ്യം ഈ സ്ഥലമൊക്കെ ഒന്ന് ആദ്യം വൃത്തിയാക്കട്ടെ. ഈ സാൻഡൊക്കെ ഇവിടെ ഉണ്ട്. ഈ സാൻഡൊന്നും ഇവിടെ വേണ്ട. നമുക്കിതെല്ലാം വൃത്തിയാക്കാം. ആദ്യം നമുക്ക് വൃത്തിയാക്കണം. ഇപ്പം നമുക്കിവിടുത്തെ കാടെല്ലാം പറിച്ച് കളഞ്ഞ്, പിന്നെ ഇവിടെ കണ്ട ഈ സ്വിമ്മിങ് പൂളില്ലല്ലോ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സംഭവം ഇല്ലായിരുന്നു ഇവിടെ. ഈ സാധനം നമുക്കിപ്പോൾ കളയണം. അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുക്കാം. ഗൈസ്, നമ്മൾ ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ഡയമണ്ടിൻ്റെ ആക്സ് എടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ കളയാം. അതായത് നമുക്ക് ചെടിയൊക്കെ ഇതും കൊണ്ട് വെട്ടാം. പിന്നെ ഇവിടെ ഗ്രാസിൻ്റെ ബ്ലോക്ക് വെക്കാം. അവിടോട്ട് വാ. ഇവിടെ നമുക്ക് ഗ്രാസിൻ്റെ ബ്ലോക്ക് വെച്ച് ഇവിടെ മേൽഭാഗം ഗ്രാസിൻ്റെ ബ്ലോക്ക് വെക്കാം. അടിയിലൊക്കെ ഇരിക്കട്ടെ, ഇച്ചിരി ബലം വേണ്ടേ. ഇവിടോട്ടൊക്കെ വേണം ഗൈസ്. പിന്നെ ഞാനാണെങ്കിൽ ഇപ്പം ചില വീഡിയോയ്ക്കകത്തൊക്കെ കാണത്തില്ലേ, എന്താ ഇപ്പം പറയുന്നത്, ഇപ്പോൾ ഒരാളുടെ പേര് കമൻറ്റ് ചെയ്തു. അതാണെങ്കിൽ മൈൻക്രാഫ്റ്റിൽ അവരവരുടെ ആ കമൻറ്റ് ചെയ്ത പേര് മൈൻക്രാഫ്റ്റിൽ കുറേ പേര് ആ പേര് എഴുതുന്നുണ്ട്. അത് ഞാനും ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. അപ്പം അത് വേണോ വേണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നമുക്കെന്തുവായാലും നോക്കാം അതിൻ്റെ കാര്യം. അത് നമുക്ക് ഈ 5 സ്റ്റാർ ഹോട്ടലങ്ങ് പണി ചേർക്കാം. പിന്നെ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ആയിട്ടും ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇടുന്ന ഹോം വീഡിയോയ്ക്കൊന്നും അധികം വ്യൂവേഴ്സൊന്നും കിട്ടത്തില്ല. ഇതിപ്പോൾ ഹോം വീഡിയോ ആണ്, എന്നാലും അധികം വ്യൂവേഴ്സൊന്നും കിട്ടത്തില്ല. നിങ്ങൾ മാക്സിമം ഇത് ഹോം വീഡിയോ അല്ലേ. ഞാൻ ഷോർട്സ് വീഡിയോയിലും ഇങ്ങനെ ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 ആക്കിയിട്ട് ഇടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. 5 സ്റ്റാർ ഹോട്ടൽ പണിയുന്നത്. പിന്നെ മറ്റേ കാര്യം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേരെ, ഞാനങ്ങനെ പേരെഴുതണമെന്ന്. അതെനിക്ക് തോന്നുന്നു അത് ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് ഇവിടുത്തെ ഇതൊക്കെ, അപ്പം നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. നമുക്കിനി ഇവിടുത്തെ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ഇവിടെ തന്നെ ഗ്രാസ് ബ്ലോക്കൊക്കെ വെക്കാം. ബ്ലോക്ക് അല്ല, ഈ ഹോട്ടൽ പണിയുടെ എന്തോ കാര്യം. ഹോട്ടൽ പണിയുടെ കാര്യമൊക്കെ ഉണ്ട്, കാര്യമില്ലെന്നൊന്നുമില്ല. ഇത് ഇവിടോട്ടോട്ട് നമുക്ക് ഗ്രാസ് ബ്ലോക്കൊക്കെ വെച്ചങ്ങ് കൊടുക്കാം. ഇപ്പോൾ രാത്രിയായല്ലോ, ഇനി എല്ലാവരും വെളിയിൽ നിൽക്കുന്നത് സേഫ് അല്ല വില്ലേജിലൊക്കെ ആൾക്കാർ. ഞാനാണെങ്കിൽ അയൺഗോളത്തിൻ്റെ ജോലി അങ്ങ് എടുത്താലോ എന്നാണ് ആലോചിക്കുന്നത്. അയൺഗോളത്തിനേക്കാളും കെയറിങ് ഞാൻ വില്ലേജേഴ്സിന് കൊടുക്കുന്നുണ്ട്. ഇവനെന്തോ ഇറക്കി നടക്കുന്നേ. ഇനിയും നമ്മളിത് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കാടുണ്ടായിരുന്നല്ലോ, അതൊക്കെ പോകും. ഗൈസ്, നമ്മളങ്ങനെ ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ നല്ലപോലെ ഈ ഗ്രാസ് ബ്ലോക്കൊക്കെ വെച്ച് പിടിപ്പിക്കാം. അയ്യോ, ഇതൊക്കെ നമ്മുടെ ഗൈസ്, നമ്മളങ്ങനെ പകുതി മുക്കാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ചെയ്യണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക. നമ്മൾ പിന്നെ 100 സബ്സ്ക്രൈബേഴ്സ് കടന്നിട്ടുണ്ട്. എല്ലാവർക്കും വളരെ നന്ദി. അപ്പം നമുക്ക് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ ഇത്രയും പോരെ, ഇവിടെ നിന്ന് വെറുതെ പിടിച്ച് കിട്ടുന്നത്. അപ്പോൾ ഗൈസ്, നമ്മളിത് ഇത്രയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്.
പിന്നെ ഇവിടുത്തെ സാധനം ഞാൻ എടുത്ത് കളയാൻ പോകും. ഇവിടെ ഇത്ര ഇടം വേസ്റ്റായി കിടക്കുക. വേസ്റ്റല്ല, ഇത്ര ഇടം സ്ഥലം ഓവറാണ്, ഇത്രയൊക്കെ ആയ. അപ്പോൾ നമുക്ക് ഇത്രയും കൂടെ വെച്ചിട്ട് നമുക്ക് ബാക്കി പണി തുടരാം. ഇവിടെയൊക്കെ നമുക്ക് വെക്കാനുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് നല്ല വൃത്തിയാക്കി വെച്ച് കൊടുക്കാം. ഇനി ഇവിടെയൊക്കെ കാട് കിളുക്കുമോ എന്നാണ് സംശയം. അങ്ങനൊന്നും കിളിക്കില്ല, ഇല്ല. അപ്പം നമുക്ക് ഇത് തന്നെ ഇത്രയും ഇത് വെക്കണമെന്ന് ഞാൻ മുമ്പേ ആലോചിച്ചതാണ്. അപ്പം നമുക്ക് ഇതിപ്പോൾ വെച്ചങ്ങ് തുടങ്ങാം. നിങ്ങളെ ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. നമുക്കെന്നാലും ഇത് ഈ ഇവിടുത്തെ ഇതൊക്കെ വെച്ചിട്ട് കാണാം. ഗൈസ് അതെല്ലാം കഴിയുന്നത് ഇപ്പോൾ രാത്രി ആയല്ലോ. ഇവിടെ നമുക്ക് ഡോട്ട് വെല്ലം വന്ന് ഇന്ന് കിടന്നുറങ്ങാം. ഇതെന്ത് യുവമാരിവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ വല്ല ഉറങ്ങാൻ പോവാം. ഇവിടെ ബെഡ് എടുത്തു. നമ്മളങ്ങനെ ഇന്നത്തെ ദിവസം ഇവിടെ ചിലവഴിക്കാം. അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. ഈ ബെഡ് അങ്ങ് കയ്യിലെടുത്തേക്കാം. അല്ലേ, ഇൻഫിനിറ്റി അല്ലയോ, ക്രിയേറ്റിവിറ്റി മോഡല്ലേ, അതൊന്നിനെ പിന്നെ എടുക്കുന്നത്. സ്ഥലം ഇവിടെ ആയിരുന്നു. നമ്മൾ ഇത്രയും സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് ബ്ലോക്ക് പിടിപ്പിച്ച് കൊടുക്കാം, അല്ലേ ഇച്ചിരി ബോറായിരിക്കും. ഗൈസ് നമ്മളങ്ങനെ ഇവിടെ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ക്രീപ്പർ ഒന്നും ഇവിടെ നിൽക്കുന്നത് ഗൈസ്, ഇതിപ്പോൾ ഇഷ്ടംപോലെ സ്ഥലമായിട്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാടൊക്കെ അങ്ങ് പറിക്കാം. മുമ്പത്തെ പോലെ എനിക്ക് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്കെന്തായാലും ഇതും കൂടെ കഴിഞ്ഞിട്ട് കാണാം. ഗൈസ് അങ്ങനെ ഇത്രയും പണി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് നിലമൊക്കെ കെട്ടിത്തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഇതൊക്കെ അങ്ങ് തുടങ്ങാം. ഇവിടുന്ന് അങ്ങ് തുടങ്ങാം. ഇവിടുന്ന് വേണ്ട, ഇവിടുന്ന് തുടങ്ങാം. അല്ലേ വേണ്ട, ഇത് വാച്ച് ഇവിടുന്ന് തുടങ്ങിയേക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി വലുതായിരിക്കണം. വലുതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലതുപോലെ വലുതായിരിക്കണം. കുറച്ച് ഇച്ചിരി കൂടെ ഭംഗിക്ക് വേണ്ടി ഞാൻ സൈഡിലോട്ടൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ വരുമ്പം ഇവിടെ അങ്ങോട്ട് സാൻഡാണ്. ദേഷ്യം വരുന്നു. ഈ സാൻഡൊക്കെ എന്തിനാ ഇവിടെയൊക്കെ? ഇവിടെ ഒന്നും സാൻഡ് വരേണ്ട ആവശ്യമില്ല സത്യം പറയാൻ. ഇവിടെ ഒന്നും സാൻഡ് വരണ്ട. സാൻഡൊക്കെ എനിക്ക് ഇഷ്ടമല്ല. ഈ സാൻഡ് ഇവിടെ ഇങ്ങനെയൊക്കെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് ഒരു സാൻഡും കൂടെ ഇങ്ങ് എടുത്തേക്കാം. സാൻഡ് ഇതേ ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് സാൻഡും കൂടെ എടുത്ത് നമുക്ക് ഇവിടോട്ടൊക്കെ ഒട്ടിച്ച് പിടിപ്പിക്കാം. ഇവിടോട്ട് ഒട്ടിച്ച് പിടിപ്പിക്കാം. സാൻഡ് അവിടെ തന്നെ ഇരുന്നുകൊണ്ടെന്നേ ഇച്ചിരി കൂടെ ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. നമ്മളിപ്പോൾ ഷോർട്സ് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അതൊക്കെ കൂടെ കാണുക. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഹോട്ടലിൻ്റെ നിലംഭാഗം മാത്രമായിരിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി നാളെ ആയിരിക്കും ചെയ്യുന്നത്. ഇത് കുറേ പാർട്ടാക്കി ചെയ്യാനാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ നമ്മളത് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയിട്ടുണ്ട്. മേളിൽ നിന്ന് നോക്കാം. ഇങ്ങനെ ഇരുന്ന സാധനം ഞാനിപ്പം മൊത്തം കവർ ചെയ്തിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ ഇരുന്ന സംഭവം ഞാനിപ്പം ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ഹോട്ടലിൽ 4 പോലായിട്ടുണ്ട്. ഈ ഭാഗം എനിക്ക് ഒന്നും കൂടെ കൂട്ടണമെന്നുണ്ട്. അപ്പോൾ ഇത്രയും മതിയെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ എടുത്തേക്കാം. ഈ സ്ഥലം നമുക്കൊന്നും കൂടെ റെഡിയാക്കാം ഗൈസ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞാനിത് ഇത്രയും സ്ഥലം നമ്മളിത് ഇങ്ങനെ ഇച്ചിരി കൂടെ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അങ്ങനെ ആയാൽ പിന്നെ 4 പോലാവും. ഇതിപ്പോൾ പിന്നെയും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. നമുക്ക് നിലമൊക്കെ കെട്ടാം. നിലമൊക്കെ ഇതും കൊണ്ട് തന്നെ കെട്ടാം. അപ്പോൾ നമുക്ക് നിലമൊക്കെ കെട്ടാം ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളെന്തായാലും നിലത്തിൻ്റെ ഇത്രയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി വീഡിയോ നമുക്ക് നാളെ ചെയ്യാം. ഒരു മിനിറ്റ് ഗൈസ്, നമ്മളിത് പിന്നെ ഇച്ചിരി കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.